രാമായണ കഥകളുമായി ഏറെ അടുത്തു നിൽക്കുന്ന ക്ഷേത്രമാണ് രാമേശ്വരത്തെ രാമനാഥ ക്ഷേത്രം. ഭഗവാൻ ശ്രീരാമൻ രാവണ നിഗ്രഹത്തിന് ശേഷം ഇവിടെ എത്തുകയും രാവണനെ നിഗ്രഹിച്ച ബ്രാഹ്മണ ഹത്യയ്ക്ക് പാപം പരിഹാരത്തിനായി ഇവിടെ പ്രതിഷ്ഠ നടത്തി പൂജിച്ചുവെന്നാണ് ഐതിഹ്യം. ശ്രീരാമ ഭഗവാൻ പ്രതിഷ്ഠിച്ച വിഗ്രഹമായതുകൊണ്ട് തന്നെ മറ്റാർക്കും അവിടെ പിന്നീട് പൂജ നടത്താൻ സാധിക്കില്ല. അതിന് പ്രത്യേക അഭിഷേക ബിംബമൊക്കെ വേറെയുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ക്ഷേത്രമാണ് രാമനാഥ ക്ഷേത്രം. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയുടെ ഭാഗമായ ക്ഷേത്ര നഗരമാണ് രാമേശ്വരം. പാമ്പൻ കനാലിനാൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന പാമ്പൻ ദ്വീപിലാണ് രാമേശ്വരം. ശ്രീലങ്കയിലെ മാന്നാർ ദ്വീപിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ അകലെയാണ് പാമ്പൻ ദ്വീപ്. രാമായണ കഥാസാരത്തിലെ നിർണായകമായ ഏടുകൾക്ക് സാക്ഷ്യം വഹിച്ച പുണ്യഭൂമി. രാവണൻ അപഹരിച്ച സീതയെ മോചിപ്പിക്കാനായി ശ്രീരാമൻ ലങ്കയിലേക്ക് പാലം നിർമ്മിച്ച സ്ഥലമാണിത്. ഇവിടെയാണ് ശ്രീരാമൻ പ്രതിഷ്ഠിച്ച രാമനാഥ സ്വാമി ഉള്ളത്. ആ ഐതിഹ്യം ഇങ്ങനെയാണ്. രാവണവധത്തിന് ശേഷം സീതാസമേതനായി മടങ്ങിയെത്തിയ ശ്രീരാമനോട് രാവണനെ കൊന്ന ബ്രഹ്മഹത്യാദോഷം പരിഹരിക്കാനായി സീതാദേവിയോടും ലക്ഷ്മണനോടൊപ്പം ശിവലിംഗ പ്രതിഷ്ഠ നടത്തി മഹേശ്വര പ്രീതി ലഭ്യമാക്കാൻ അഗസ്ത്യമുനി നിർദ്ദേശിച്ചു അത്രേ. പ്രതിഷ്ഠ നടത്താൻ മുഹൂർത്തം കുറിച്ചു. കൈലാസത്തിൽ നിന്ന് ശിവലിംഗം കൊണ്ടുവരാനായി ഹനുമാനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ശിവലിംഗം എത്തിക്കാൻ ഹനുമാന് കാലതാമസം നേരിട്ടതിനാൽ സീതാദേവി തന്റെ കരങ്ങളാൽ മണലിൽ സൃഷ്ടിച്ച ശിവലിംഗം പ്രതിഷ്ഠിച്ച് മുഹൂർത്ത സമയത്ത് തന്നെ പൂജാക്രിയകൾ അനുഷ്ഠിച്ചതായും പറയപ്പെടുന്നു. ശ്രീരാമൻ പൂജിച്ച വിഗ്രഹമായതിനാൽ പ്രധാന വിഗ്രഹത്തിൽ ഇപ്പോഴും മറ്റു പൂജകളില്ല. അഭിഷേകം മാത്രമേ നടത്താറുള്ളൂ. ശിവലിംഗവുമായി തിരിച്ചെത്തിയ ഹനുമാൻ പൂജ കഴിഞ്ഞത് കണ്ട് ദുഃഖിതനായെന്നും അദ്ദേഹത്തെ സ്വാന്തരിപ്പിക്കാനായി രാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗത്തിനടുത്തു തന്നെ ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗം പ്രതിഷ്ഠിച്ചു. ആ ശിവലിംഗത്തിൽ വേണം ആദ്യം പൂജ ചെയ്യാനെന്ന് ശ്രീരാമൻ കൽപ്പിക്കുകയും ചെയ്തു. ആ രീതിയാണ് ഭക്തർ ഇപ്പോഴും ആചാരപരമായി പിന്തുടരുന്നത്. ഭാരതത്തിന്റെ 4 അതിർത്തികളിലെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് രാമനാഥസ്വാമി ക്ഷേത്രം. വടക്ക് ബദ്രീനാഥ്, കിഴക്ക് പുരി ജഗന്നാഥ ക്ഷേത്രം, പടിഞ്ഞാറ് ദ്വാരക, തെക്ക് രാമേശ്വരം എന്നിവയാണിത്. 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നുകൂടിയാണ് രാമേശ്വരം ക്ഷേത്രം. ലങ്കയിലേക്കെത്താൻ പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കേണ്ട സ്ഥലം ശ്രീരാമൻ തന്റെ ധനുസിന്റെ അഗ്രഹം കൊണ്ട് അടയാളപ്പെടുത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് ധനുഷ്കോടി. ക്ഷേത്രത്തിന്റെ ശില്പചാരുത എടുത്തു പറയേണ്ടതാണ്. 1212 കൽത്തൂണുകളാൽ നിർമ്മിച്ച നീണ്ട പ്രദക്ഷിണ വഴി സുപ്രസിദ്ധമാണ്. ക്ഷേത്രത്തിനുള്ളിലെ 22 പവിത്ര കുണ്ടങ്ങളിലെ ജലത്തിലുള്ള സ്നാനം മോക്ഷദായകമായി ഭക്തർ കരുതിപ്പോരുന്നു. ഇവിടെ എത്തുന്ന തീർത്ഥാടകർ ആദ്യം ലക്ഷ്മണ തീർത്ഥത്തിൽ സ്നാനം ചെയ്യണം. ക്ഷേത്രത്തിൽ 22 തീർത്ഥക്കിണറുകളുണ്ട്. ക്ഷേത്ര ജീവനക്കാർ ഓരോ തീർത്ഥത്തിൽ നിന്നും ജലം ഭക്തരുടെ ശിരസിലൊഴിച്ച് സ്നാനം ചെയ്യിപ്പിക്കും. ഈ തീർത്ഥസ്ഥാനത്ത് വെച്ചാണ് വിഭീഷണൻ ശ്രീരാമനിൽ ആശ്രയം പ്രാപിച്ചതെന്നും ലക്ഷ്മണൻ വിഭീഷണനെ ലങ്കാധിപതിയായി കിരീടധാരണം നടത്തിയെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. കടലിനോട് വളരെ ചേർന്നിരിക്കുന്ന ഈ പ്രദേശത്തെ ക്ഷേത്രത്തിലെ തീർത്ഥക്കുളങ്ങളിൽ പലതിലും ഉപ്പുരസമില്ലാത്ത ശുദ്ധജലമാണെന്നതും ശ്രദ്ധേയമാണ്. ചില തീർത്ഥങ്ങളിലെ ജലത്തിന് മധുരവുമുണ്ട്. यहाँ स्नान करके बाबा का पूजा करके अभिषेक करके दर्शन करके जाने से आपका बड़ले रामेश्वर यात्रा पूर्ण हो जाए. രാമനാഥ ക്ഷേത്രത്തിന് കിഴക്കുള്ള സമുദ്രഭാഗം അഗ്നിതീർത്ഥം എന്നറിയപ്പെടുന്നു. തീർത്ഥാടകർ പിതൃക്കൾക്ക് ബലിതർപ്പണവും മറ്റു ചടങ്ങുകളും നടത്തുന്നത് ഇവിടെയാണ്.
രാവിലെ 5 മുതൽ 1 മണി വരെയും വൈകിട്ട് 3 മുതൽ 9 മണി വരെയുമാണ് ദർശന സമയം. കുംഭമാസത്തിലെ മഹാശിവരാത്രി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണിവിടെ. നവരാത്രി ആഘോഷങ്ങളും വിശേഷമായി കൊണ്ടാടുന്നു. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടക്കുന്ന തിരുക്കല്യാണ ഉത്സവവും പ്രസിദ്ധമാണ്. പതഞ്ജലി എന്ന സിദ്ധന്റെ സമാധി സ്ഥലം കൂടിയാണ് രാമേശ്വരം ക്ഷേത്രം.